आज हम कबीरदास का एक पद पढ़ेंगे। कबीरदास हिंदी साहित्य में भक्तिकाल की निर्गुण भक्ति शाखा की ज्ञानाश्रय शाखा के सबसे महान कवि हैं। ഹിന്ദിയിൽ ഭക്തികാലത്തെ നമ്മൾ രണ്ടായി തരംതിരിക്കുകയാണ്. നിർഗുൺ ഭക്തി ശാഖ എന്നും സഗുൺ ഭക്തി ശാഖ എന്നും. നിർഗുൺ ഭക്തി ശാഖ എന്ന് പറഞ്ഞാൽ ഈശ്വരന് രൂപം ഇല്ല, ഈശ്വരനെ നമുക്ക് കാണുവാൻ പറ്റുന്നതല്ല, ഈശ്വരന് നിർഗുൺ ആയ ഈശ്വരനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നിർഗുൺ ഭക്തി ശാഖയിലെ കവികൾ. ഈ നിർഗുൺ ഭക്തി ശാഖയെ നമ്മൾ വീണ്ടും രണ്ടായി തരംതിരിക്കുന്നു. ജ്ഞാനാശ്രയ ശാഖ എന്നും പ്രേമാശ്രയ ശാഖ എന്നും. ജ്ഞാനാശ്രയ ശാഖ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലൂടെ മാത്രമേ ഈശ്വരനെ പ്രാപിക്കാൻ പറ്റൂ, ഈശ്വര സാക്ഷാത്കാരം നേടാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ജ്ഞാനാശ്രയ ശാഖയിലെ കവികൾ. കബീർദാസ് ഈ വിഭാഗത്തിലാണ് പെടുന്നത്. അപ്പോൾ കബീർദാസ് ज्ञानाश्रय शाखा के सबसे महान कवि हैं. उनके जन्म के बारे में कई जनश्रुतियाँ प्रचलित हैं. അദ്ദേഹത്തിൻ്റെ ജന്മത്തെക്കുറിച്ച് പല ജനശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവി, കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട്. कहा जाता है कि एक विधवा ब्राह्मणी ने उनको जन्म दिया था. പറയപ്പെടുന്നതാണ് ഒരു വിധവയായ ബ്രാഹ്മണ സ്ത്രീയാണ് കബീറിന് ജന്മം നൽകിയിരുന്നത്. और लोकलाजवश ब्राह्मणी ने बच्चे को लहरतारा नामक तालाब के पास छोड़ दिया. ലജ്ജ കാരണം ബ്രാഹ്മണി തൻ്റെ കുട്ടിയെ ലഹർത്താര എന്ന് പറഞ്ഞ കുളക്കടവിൽ ഉപേക്ഷിക്കുന്നു. नीरू और नीमा नामक जुलाहा दंपति ने उनका पालन पोषण किया था. അതിനുശേഷം നീരു എന്നും നീമ എന്നും പേരായ ഒരു ജുലാഹ എന്ന് പറഞ്ഞാൽ വീവർ എന്നാണ്. വീവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദമ്പതിമാരാണ് കബീറിനെ എടുത്തു വളർത്തിയത്. അപ്പം കബീർദാസ് ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും മുസൽമാൻ കുടുംബത്തിൽ വളരുകയും ചെയ്തു. അവർ നീരു എന്നും നീമ എന്നും പേരായ ആളുകൾ നിസന്താൻ ആയിരുന്നു. നിസന്താൻ എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾ ഇല്ലാത്തവരാണ്. അവർ വേ മുസൽമാൻ ബി ഥേം. അടുത്ത പോയിൻ്റാണ് കബീർദാസ് സമാജ സുധാരകത്തെ. കബീർദാസ് സാമൂഹ്യ പരിഷ്കർത്താവ് ആയിരുന്നു. അവർ समाज में व्याप्त धार्मिक रूढ़ियों को और अनाचारों का खुलकर खंडन किया है. उन्होंने കബീർദാസിനെ കബീർദാസിനെ സമൂഹത്തിൽ വ്യാപിച്ചു കിടക്കുന്നതായ രൂഢി എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഓപ്പണായിട്ട് എതിർക്കുകയും ചെയ്തു. വേ ഏക് സന്ത് കവിത്തെ, സന്ത് മീൻസ് സെയിൻറ്റ്. അദ്ദേഹം ഒരു സെയിൻറ്റായ കവിയായിരുന്നു, സന്യാസിയാണ്. അപ്പോൾ സന്യാസി ആയതുകൊണ്ട് ഒരു സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കുകയില്ല. संत होने के कारण वे विभिन्न स्थानों में घूमते फिरते थे, इसलिए उन प्रदेशों की भाषा के शब्द कबीर की भाषा में आ गए. इस प्रकार कबीर की भाषा एक मिश्रित भाषा बन गई. उसका नाम है സദുകടി. സെയിൻറ്റ് ആയത് കാരണം ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുകയില്ല, പല സ്ഥലങ്ങളിലും ചുറ്റിത്തിരിയുന്നു, സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പല പ്രദേശങ്ങളിലെയും ഭാഷയിലെ വാക്കുകൾ കബീർദാസിൻ്റെ ഭാഷയിൽ വന്നു ചേർന്ന് അങ്ങനെ കബീറിൻ്റെ ഭാഷ ഒരു മിശ്രിത ഭാഷയായി മാറി. അതിൻ്റെ പേരാണ് സദുകടി. അടുത്ത പോയിൻ്റാണ് വേ ഏക് രഹസ്യവാദി കവിത്തെ. കബീർ ഒരു രഹസ്യവാദി കവിയായിരുന്നു. രഹസ്യവാദി എന്ന് പറഞ്ഞാൽ ആത്മാവിനെയും പരമാത്മാവിനെയും പ്രതിപാദിക്കുന്ന ഒരു ശാഖയാണ് രഹസ്യവാദി എന്ന് പറഞ്ഞാൽ. കബീർ കാ ഗ്രന്ഥ് ഹേ ബീജക്. കബീറിൻ്റെ ഗ്രന്ഥമാണ് ബീജക്. കബീർ സ്വയം എഴുതിയത് അല്ല. കബീർ അൻപഡ് ആയിരുന്നു, പഠിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ്. കിന്തു ഉനെ അപാര ജ്ഞാനത, എങ്കിലും അദ്ദേഹത്തിന് അപാരമായ ജ്ഞാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കബീർദാസ് തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ശിഷ്യന്മാർ കബീർ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് എന്ന് പറഞ്ഞ്, ആശയങ്ങളാണ് എന്ന് പറഞ്ഞ് എഴുതുകയും അത് പിന്നീട് കളക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കബീർദാസിൻ്റെ ഗ്രന്ഥമാണ് ബീജക്. इसके 3 भाग हैं, साखी, सबद और रमैनी. कबीर की रचना में गुरु सेवा, राम नाम, सत्संग, नीति, भक्ति, समाज सुधार आदि विषयों के भाव समन्वित हैं. കബീറിൻ്റെ രചനകളിൽ ഗുരുസേവ, ഗുരുവിനെ സേവിക്കുക, രാം നാം, ഈശ്വരനെ ഭജിക്കുക, സത്സംഗ്, നല്ല കൂട്ടുകെട്ട്, നീതി, ഭക്തി, സമാജ സുധാർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ റിഫോമൻസ്, ഇങ്ങനെയുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. കബീർ കാ ഏക് പദ് ഹമേ പഠിനെ കെ ലിയേ. പദ് ദേഖിയേ. മോको कहाँ ढूंढे बंदे, मैं तो तेरे पास में. इस पद में
बंदना करने वाले, बंदे मीन्स वंदना करने वाले भक्त से ईश्वर या परमात्मा पूछते हैं। क्या पूछते हैं? देखो, मोको कहाँ ढूंढे बंदे, तू मुझे कहाँ ढूंढता है. ढूंढिന മീൻസ് അന്വേഷിക്കുക, ഖോജിന. മോക്കോ മുझे, തൂ മുझे കഹാ ढूंढता है, നീ എന്നെ എവിടെയാ തിരയുന്നത്? ഇസ്കാ ഉത്തർ ഈശ്വർ സ്വയം ദേത്തെ ഹിം. ഈശ്വരൻ സ്വയം ഉത്തരം നൽകുകയാണ്. മേൻ തോ തേരെ പാസ് ഹും, ഞാൻ നിൻ്റെ അടുത്തു തന്നെയുണ്ട്. എന്നെ എവിടെയും തിരഞ്ഞിട്ട് മറ്റെങ്ങും തിരയേണ്ട ആവശ്യമില്ല. മേം ന മേം ദേവൽ, ന മേം മസ്ജിദ്, ന കാബെ കൈലാസ് മേം. ന മേം ദേവൽ, ദേവൽ എന്ന് പറഞ്ഞാൽ ദേവാലയം, മന്ദിർ. മേം ദേവാലയ മേ നഹീം ഹൂം. और മേം മസ്ജിദ് മേ, മസ്ജിദ് എന്ന് പറഞ്ഞാൽ മോസ്ക്, മുസ്ലിം പള്ളി, പള്ളിയിലും ഞാനില്ല. ന കാബെ, കാബ എന്ന് പറഞ്ഞാൽ മക്ക, അവിടെയാണ് മുസൽമാന്മാരുടെ തീർത്ഥസ്ഥാനമാണ് മക്ക. അപ്പോൾ അതേപോലെ തന്നെ കൈലാസ്, കൈലാസം എന്ന് പറഞ്ഞാൽ ഹിന്ദുവും കാ തീർത്ഥസ്ഥാൻ ഹേ കൈലാസ്. ഇൻ സ്ഥാനോമേ മേ നഹീം ഹും. ഈശ്വർ പറയുകയാണ്, എന്നെ അന്വേഷിച്ചുകൊണ്ട് മന്ദിറിലോ മസ്ജിദിലോ കാബയിലോ കൈലാസത്തിലോ പോകേണ്ട ആവശ്യം ഇല്ല. मैं तो कौन ने क्रियाकर्म, मैं कोई क्रियाकर्म में नहीं हूँ. पूजा अर्चना आदि क्रियाकर्म करने की ज़रूरत भी नहीं है. नहीं योग वैराग्य में, नहीं योग मीൻസ് മിലൻ, കൂടിച്ചേരൽ. അപ്പോൾ അതായത് സ്നേഹം, സ്നേഹത്തിലും ഞാനില്ല. അതേപോലെ തന്നെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരാഗം, എന്ന് പറഞ്ഞാൽ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതമൊക്കെ ഉപേക്ഷിച്ചിട്ട് സന്യാസിയായിട്ട് പോവുക. അപ്പോൾ അങ്ങനെ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായി പോകേണ്ട ആവശ്യവുമില്ല. ഖോജി ഹോയ് തോ തുരന്തേ മിലി ഹൗം, കോയി മുझे ഖോജേം. തോ തുരന്തൈ എന്ന് പറഞ്ഞാൽ തുരന്ത് ഹി, പെട്ടെന്ന് തന്നെ. തുരന്ത് ഹി മിലി ഹോ, മിൽത്താ ഹേ. എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്നെ കിട്ടുന്നതാണ്. അതായത് ഈശ്വര സാക്ഷാത്കാരം നേടാൻ പറ്റുന്നത് ആണ്. പൽ ബർ കി തലാശ് മേ, പൽ എന്ന് പറഞ്ഞാൽ നിമിഷം, ക്ഷണം, നേരത്തുള്ള തലാശ് അന്വേഷണം, ഖോജ്. പൽ ബർ കി തലാശ് മേ മുझे മിൽത്താ ഹേ, എന്നെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്, സാക്ഷാത്കാരം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എന്നെ തിരഞ്ഞുകൊണ്ട് എങ്ങും പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഈശ്വരൻ പറയുന്നത്. കഹേ കബീർ സുനോ ഭായി സാധോ സബ് സാസോം കി സാസ് മേം. കബീർദാസ് कहते हैं कि हे साधु मेरी बातों को सुनो, मेरी बातों को सुनो. सब सांसों की सांस में, ഈശ്വർ സഭ്യ സാസോം കി സാസ് മേം ഹേ. ഈശ്വർ എവിടെയാണുള്ളത്? ഓരോ ശ്വാസത്തിലുമാണുള്ളത്. കബീർദാസ് പറയുകയാണ്, ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ട് എവിടെയും പോകേണ്ട ആവശ്യമില്ല, എല്ലാ ശ്വാസത്തിലും ഈശ്വരൻ വസിക്കുന്നുണ്ട്. കബീർദാസ് की समाज सुधार की भावना यहाँ हम देख सकते हैं. ഈ പദ്യത്തിലൂടെ നമ്മൾ കാണുന്നത് എന്താ? കബീർദാസിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള ഒരു ഭാവനയാണ്, ചിന്തയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. भक्ति के नाम पर मंदिर मस्जिद में जाना, तीर्थस्थानों में जाना, व्रत रोज़ा, अजान नमाज, बाह्याडंबर आदि धार्मिक रूढ़ियों और अनाचारों पर उन्होंने व्यंग्य किया है. കബീർദാസ് ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണെന്ന് നോക്കാം. ഭക്തിയുടെ പേരിൽ മന്ദിർ മസ്ജിദ് മേ ജാന, അമ്പലത്തിലും പള്ളിയിലും പോകുക. രണ്ടാമത്തതാണ് തീർത്ഥസ്ഥാനങ്ങളിൽ പോവുക. വ്രത് രോസ, വ്രതം എടുക്കുക, ഉപവസിക്കുക. രോസ എന്ന് പറഞ്ഞാൽ ഉപവാസം, ഉപവസിക്കുക. അജാൻ നമാസ്, അജാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളി, നമാസ് എന്ന് പറഞ്ഞാൽ നിസ്കാരം. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബാഹ്യാഡംബർ എന്ന് പറഞ്ഞാൽ സന്യാസിമാർ കാവ്യോടുത്ത് തലയിൽ ജൂഡ ബാന്തിന എന്ന് പറഞ്ഞാൽ കുടുമ കെട്ടുക. കുടുമ കെട്ടിയിട്ട് കഴുത്തിൽ രുദ്രാക്ഷവും അണിഞ്ഞ് ഇങ്ങനെ സന്യാസിയായിട്ട് ബാഹ്യ ആഡംബരം പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഇല്ല. ആദി ധാർമ്മിക രൂഢ്യവും അവർ അനാചാരവും പർ വ്യംഗ്യക്കിയാകെ, ഇങ്ങനെയുള്ള മതപരമായ അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും
പരിഹസിക്കുകയാണ് കബീർദാസ് ചെയ്തിരിക്കുന്നത്. ഇസ് रहस्यवादी पद के द्वारा हमें उपदेश देते हैं कि ईश्वर सर्वव्यापी या अंतर्यामी है, अर्थात हमारे मन में ही है. ഈ രഹസ്യവാദി പതിലൂടെ നമുക്ക് ഉപദേശം തരികയാണ് ഈശ്വർ സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്ന ആളാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് പറയാം അന്തർയാമിയാണ്, അന്തറിൽ മനസ്സിൽ വസിക്കുന്നയാളാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഈശ്വരനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ട് എങ്ങും പോകേണ്ട ആവശ്യമില്ല എന്ന ഉപദേശമാണ് കബീർദാസ് നമുക്ക് തരുന്നത്.